സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞാൽ ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് കാത്തിരിക്കുകയാണ് ഞാൻ കേട്ടോ. കാരണം നമുക്ക് രാവിലെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാമല്ലോ. സാധാരണ നമ്മൾ വർക്കിംഗ് ഡേയിൽ 4:30 എഴുന്നേക്കും കേട്ടോ രാവിലെ. സൈഷേട്ടനും അബിക്കുട്ടനും ചോറ് കൊണ്ടുപോകണം. ഒരു 8 മണിയാകുമ്പോൾ പോകും. അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കണം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ജിത്തുക്കുട്ടൻ്റെ ഉറക്കവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്ക് മാങ്ങ വീഴുന്ന സൗണ്ട് കേട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെ മാവ് ചെന്നപ്പോൾ 2 മാങ്ങ വീണു. ഒന്ന് പൊട്ടൽ വീണിരിക്കുന്നു കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വെച്ചില്ല. കടയിൽ നിന്ന് പൊറോട്ടയും ബീഫ് കറിയാണ് മേടിച്ചത് രാവിലെ തന്നെ. അങ്ങനെ ഒരു 10 മണിയായി കഴിച്ചപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് മാങ്ങ കാറ്റത്ത് വീഴുന്നതുകൊണ്ട് സൈഷേൻ്റെ അച്ഛൻ കയറി തോട്ട വെച്ച് ഒരു പകുതിയൊക്കെ പറിച്ചു കേട്ടോ. നല്ല പൊക്കത്ത് നിൽക്കുകയാണ്, പറിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കൂട് വന്ന് വീണു. അങ്ങനെ അത് അണ്ണാൻ്റെ കൂടാണ്. അങ്ങനെ അതിൽ ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് അണ്ണാനൊന്നും ഇല്ല കേട്ടോ. അണ്ണാൻ കുഞ്ഞുങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അബിക്കുട്ടന് നല്ലൊരു മാങ്ങ കിട്ടി. ഇങ്ങനെ ചാക്കിൽ നിറയെ മാങ്ങ പറിച്ചു. അങ്ങനെ അതിൽ ഞാൻ നല്ല ഒരു പഴുത്ത് നോക്കി ഒരു മാങ്ങ എടുത്ത് കഴിക്കാൻ പോവാണ്. അപ്പം നല്ല വലിയ മാങ്ങയാണ് കേട്ടോ. നല്ല മാംസമൊക്കെയുള്ള വലിയ മാങ്ങയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. 3 മാവുണ്ട്. അതിൽ നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മാവിലാണ് പഴുത്ത് മാങ്ങ വീഴുന്നത്. അങ്ങനെ ഞാൻ കാപ്പി കഴിച്ചിട്ട് ഒരു മാങ്ങ എടുത്ത് ചെത്തി കഴിക്കുവാണ്. അബിക്കുട്ടന് മാങ്ങ ഇഷ്ടമേ അല്ല. അവന് ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞായറാഴ്ച ആണെങ്കിൽ ഒരു പ്രത്യേക വൈബുള്ളൊരു നല്ല ദിവസമാണ്. കാരണം എല്ലാവരും ലീവാണ്, വീട്ടിൽ തന്നെ ഉണ്ട്, ഒരു ബഹളമായിരിക്കും. അങ്ങനെ ജിത്തുക്കുട്ടൻ രാവിലെ കാപ്പി എടുത്തിട്ട് ഒരു കളിയാണ്. സൈഷേട്ടൻ പോയി ചിക്കൻ എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ ഉള്ളി അരിയാൻ ഒരാൾ സമ്മതിക്കുന്നില്ല. പിന്നെ അവൻ്റെ അടുത്ത് വെച്ചുകൊണ്ടിരുന്ന ഉള്ളിയൊക്കെ അരിഞ്ഞ് എങ്ങനെയും പാടുപെട്ടാണ് കറിയൊക്കെ വയ്ക്കുന്നത് കേട്ടോ. ജിത്തുക്കുട്ടൻ ഭയങ്കര വികൃതിയാണ്. അവൻ ഉറങ്ങിയാലേ എനിക്ക് നല്ല സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഇറച്ചിയൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി. പിന്നെ ചിക്കൻ പൊരിക്കാനായിട്ട് വിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 2 കാലുണ്ടായിരുന്നു കേട്ടോ. സൈഷേട്ടനാണെങ്കിൽ ചിക്കൻ പുരട്ടി വെക്കാനായിട്ട് നല്ല മസാലയൊക്കെ റെഡിയാക്കി തരും. അപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ചോളമാവുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് വരവുന്നത്. ഒരു പ്രത്യേക ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ ചിക്കൻ വറുക്കുന്നത്. പിന്നെ ഞാൻ കറി വെക്കാൻ പോകണം. ഉള്ളിയൊക്കെ വഴറ്റി. അപ്പോഴത്തേക്കും ജിത്തുക്കുട്ട ഉറങ്ങി കേട്ടോ. പിന്നെ ഇത് തലേന്നത്തെ തീയലാണ്. തീയലെടുത്ത് മാറ്റി വെച്ച് ചൂടാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് മസാലയാണ്. ചിക്കനെ വരട്ടി ചൂടാക്കി ഇടാനായിട്ട് മസാല ആദ്യമേ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ നല്ല വഴന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഏലക്കയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഉള്ളി വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് തട്ടിയിട്ടിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി ഇട്ട് നല്ലവണ്ണം അടച്ച് വെച്ച് വേവിക്കുക. ആവി കയറി നല്ല വേവുമ്പോഴത്തേക്കും നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ പൊടി വഴറ്റുവാണ് കേട്ടോ. അപ്പോൾ ഈ പൊടിയെല്ലാം മസാലയെല്ലാം ഒന്ന് ചൂടാക്കിയാണ് ഞാൻ ചിക്കൻ കറിയിലോട്ട് ഇടുന്നത്. അപ്പോൾ ചൂടാക്കി നമ്മളതിലേക്ക് ചിക്കൻ കറിയിലേക്കല്ല, ഉള്ളി തക്കാളി വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വീണ്ടും ഒന്നുകൂടെ നല്ലവണ്ണം നല്ല കറുത്ത് വരുന്നത് വരെ ഒന്നുകൂടെ നല്ല വഴറ്റി കൊടുക്കും. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അരപ്പെല്ലാം പിടിച്ച് വരുന്ന രീതിക്ക് നല്ലവണ്ണം ഇളക്കും കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റാണ് ഈ കറി. ഇത് സൈഷേട്ടനാണ് ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഇപ്പം ഞാനും വെച്ച് ഇപ്പം നല്ല ശീലമായി കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തു നമ്മൾ അതിന് കഴിഞ്ഞിട്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതും കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നല്ലവണ്ണം തിളച്ച് വരുന്നത് വരെ പറ്റിച്ചെടുക്കും. നല്ലവണ്ണം എത്രത്തോളം പറ്റിക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഈ കറിക്ക് കൂടും കേട്ടോ. പിന്നെ അധികം വെള്ളം ചേർക്കാത്തതാണ് നല്ലത്. ചിക്കനിൽ നിന്ന് വെള്ളം വരുമല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലവണ്ണം പറ്റിച്ചെടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കറി കേട്ടോ. മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കാറുണ്ട്. പിന്നെ തേങ്ങ വറുത്തരച്ചും വെക്കാറുണ്ട്. അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ച് ഞാൻ ഈ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം തേങ്ങ വറുത്തരച്ചുള്ള ചിക്കൻ കറി കാണുന്നത് തന്നെ. പിന്നെ തൈരുണ്ടായിരുന്നത് സലാഡ് ചെയ്തു. നമ്മുടെ കറി ഏകദേശം റെഡിയായി. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ മല്ലിയിലൊക്കെ കറികൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതിന് മുന്നേ എനിക്ക് മല്ലിയില ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കറി റെഡിയായി. ഇനി നമ്മൾ ചിക്കൻ വറുക്കാൻ പോവാണ് കേട്ടോ. നല്ല ഫ്രൈ ആയിട്ട് വറുക്കാൻ പോവാണ്. അപ്പോൾ 2 ആഴ്ച കൊണ്ടേ നമ്മൾ ചിക്കൻ എടുക്കുമ്പോഴെല്ലാം ഈ സൈഷേട്ടൻ ചിക്കൻ കാല് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ഒരു ദിവസം അബിക്കുട്ടന് കൊടുത്തപ്പോൾ അബിക്കുട്ടൻ നല്ല ഇഷ്ടപ്പെട്ട് നല്ല ചോറ് കഴിക്കും. അതുകൊണ്ടാണ് സൈഷേട്ടൻ ഇപ്പോൾ എല്ലാ ആഴ്ചയും ചിക്കൻ കാലാണ് മേടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ കഷ്ണവും ഞാൻ വറുക്കാനായിട്ട് ഇടും.
അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് അതിന് വരുന്നത്. അതിൻ്റെ മസാലയൊക്കെ ഒരു പ്രത്യേക ടൈപ്പിലാണ് സൈഷേട്ടൻ വെച്ചേക്കുന്നത്. അതിനുശേഷം ജിത്തുട്ടൻ കറിക്ക് ടേസ്റ്റ് വെക്കാൻ വന്ന് നിൽക്കുകയാണ്. മിക്ക കറികളിലും വന്ന് ടേസ്റ്റ് നോക്കും കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയുകയും ചെയ്യും ആള്. ഇന്ന് നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും 1 മണിക്ക് ആവാറായിരുന്നു. പിന്നെ ചിക്കൻ എല്ലാം റെഡിയായി, ചിക്കൻ കറി റെഡിയായി. ചിക്കൻ വറുത്തു. ഇനി എന്താ പരിപാടി? ചോറ് തിന്നണം. പിന്നെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ഉറങ്ങാൻ കൂടെ വേണം കേട്ടോ. ഉച്ചയ്ക്ക് കിടന്ന് ഉറക്കമായിരിക്കും മിക്ക ദിവസങ്ങളിൽ. ഒരു 1 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ തുണിയുടെ കാണും, വേറെയുള്ള ജോലികളൊക്കെ കാണും. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയായി. അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം. ചോറ് കഴിക്കാൻ പോവാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിരുന്ന സൈഷേട്ടനും ഞാനും നമ്മുടെ 2 മക്കളോട് ചേർന്നിരുന്നാണ് ചോറ് കഴിക്കുന്നത് കേട്ടോ. TV ഒക്കെ ഇട്ട് കണ്ട് അടിച്ചു പൊളിച്ചു സംസാരിച്ചും പറഞ്ഞാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഞാനും ചോറ് കഴിക്കുവാണ്. അവർക്ക് 2 മക്കൾക്കും കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ എനിക്ക് ചമ്മലാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ കാലൊക്കെ കടിച്ചുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല കൊതി തോന്നും. അപ്പോൾ എനിക്ക് ഒരു ചമ്മലാണ്. പിന്നെ നമ്മളെന്തായത് വെച്ചതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ. ശേഷം ചോറ് കഴിച്ചിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ ഉറങ്ങണം. നല്ല വെള്ളം കിടന്നൊന്ന് ഉറങ്ങണം കേട്ടോ. ഞായറാഴ്ചയ്ക്ക് നമുക്കതിന് പറ്റുള്ളൂ സമാധാനത്തോടെ ഉറങ്ങാൻ. അപ്പോൾ അത് ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് എണീറ്റ് കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ചായ ഇടാൻ പോവാണ്. ചായ ഇടാനായിട്ട് റെഡിയായി. അപ്പോഴത്തേക്കും ജിത്തുകുട്ടനെ സ്വാമീനെയൊക്കെ തൊഴുതിട്ട് ഭക്തിയോടെ വന്നിരുന്ന് കളിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോയി ചായ ഇട്ടപ്പോൾ ചായക്ക് നമ്മൾ കഴിക്കാൻ ബിസ്ക്കറ്റാണ് ഉണ്ട്. തമിഴ്നാടൻ ബിസ്ക്കറ്റാണ്, തമിഴിൽ ലെറ്ററാണ് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ശേഷം ഇനി രാത്രിത്തേക്കുള്ള ഫുഡ് റെഡിയാക്കണം. രാത്രി നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ജിത്തുകുട്ടനെ ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കരുതെന്നൊക്കെ. ശരിയാണ്, നമ്മൾ കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല, കഫക്കെട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഞാൻ ജിത്തുട്ടനെ മുന്നിൽ എടുത്തുകൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് അവൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഡെയിലി ഓരോ ബിസ്ക്കറ്റ് വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി ചിക്കൻ ഫ്രൈ ചെയ്തു, ബാലൻസ് ചിക്കൻ ഫ്രൈ ചെയ്തു. പിന്നെ മാവെടുത്ത് ദോശ ചുട്ടു. ദോശയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. താങ്ക്